കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു. സ്പീക്കർ എൻ ഷംസീർ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ പങ്കെടുക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ലോകത്തെയാകെ വെല്ലുവിളിക്കും വിധത്തിൽ പ്രകടിപ്പിച്ചത് ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ലെന്നും ക്യൂബയിലും ഗ്രീൻലാൻഡിലുമെല്ലാം സമാനമായ അക്രമം നടത്താൻ തയ്യാറാവുകയാണെന്നും തികഞ്ഞ ധിക്കാരത്തോടെ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. തങ്ങളുടെ പരിധിക്ക് നിൽക്കാത്ത സ്വതന്ത്ര രാജ്യങ്ങളെ തകർക്കുന്ന സാമ്രാജ്യത്വ നടപടികൾക്ക് പുതിയൊരു മാനം കൈവരികയാണ്. ലോകം നേരിടുന്ന ഇത്തരം ഭീഷണികൾ പ്രബുദ്ധമായ വായനാലോകത്തിൻ്റെ സജീവമായ ചർച്ചയിൽ ഉണ്ടാകണമെന്നാണ് തുടക്കത്തിൽ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. ധാരാളം പ്രസാധകരും എഴുത്തുകാരും പങ്കെടുക്കുന്ന പരിപാടിയാണിത്. ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ബുക്കർ സമ്മാന ജേത്രിയായ ശ്രീമതി ബാനു മുഷ്താഖാണ്. ഇന്ത്യയുടെ ശബ്ദം, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ത്രീകളുടെ ശബ്ദം എഴുത്തിലൂടെ ലോക സാഹിത്യവേദികളിലേക്ക് എത്തിച്ച ശ്രീമതി ബാനു മുഷ്താഖിനെ കേരള ജനതയുടെ ആകെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. We are really happy to have Banu Mushtaq, the distinguished writer and activist, as our chief guest today. Her acclaimed short story collection, Heart Lamp, translated into English by Deepa Bharti, won the International Booker Prize in 2025, marking a historic moment of pride for Indian literature. Through her powerful narratives, she has carried the voices of Indian women to the global stage, inspiring readers with resilience and compassion. Her presence here reminds us that literature is a bridge connecting cultures, generations, and human experiences. On behalf of all gathered, I extend my heartfelt respect and gratitude to Banu Mushtaq for gracing this occasion with her wisdom and light. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനായ സ്പീക്കർ, കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ക്രിസ്റ്റഫർ കെ ഖലീല സാംബിയയിൽ നിന്നും വന്ന കാര്യം പറയുകയുണ്ടായി. അദ്ദേഹത്തെയും നമുക്ക് ഹൃദയംഗമായി സ്വീകരിക്കാം, സ്വാഗതം ചെയ്യാം. മൗറീഷ്യസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് അമീന ഗുരീബ് ഹക്കീം, ശ്രീലങ്കൻ സാഹിത്യകാരൻ ചൂളാനന്ദ സമരനായകെ തസ്ലീമ നസ്രീൻ തുടങ്ങി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധേയരായ നിരവധി എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നത് സന്തോഷകരമാണ്. കേരളത്തിൽ നിന്നുള്ള പ്രശസ്തരായ എഴുത്തുകാരും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ബഹുമാന്യനായ ടി പത്മനാഭൻ മുതൽ പുതുതലമുറ എഴുത്തുകാർ വരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ടി പത്മനാഭനുമായി പ്രശസ്ത പത്രപ്രവർത്തകൻ വി എസ് രാജേഷ് നടത്തിയ സംഭാഷണങ്ങൾ അടങ്ങിയ പുസ്തകം ഇവിടെ പ്രകാശിതമാവുന്നുണ്ട്. ഇതേ വേദിയിൽ പ്രകാശിതമാവുന്ന മറ്റ് 2 പുസ്തകങ്ങൾ ശ്രീ കെ ടി ജലീൽ രചിച്ച അമേരിക്ക ടു മക്ക,
അതേപോലെ വി എസ് അച്യുതാനന്ദനെ കുറിച്ച് കെ വി സുധാകരൻ രചിച്ച വി എസ് സമരം ചരിത്രം ഇതിഹാസം, ഈ 2 കൃതികളും ഇവ 3ഉം നിറഞ്ഞ സന്തോഷത്തോടെ പ്രകാശനം ചെയ്തതായി ഇതോടൊപ്പം അറിയിക്കട്ടെ. ഇത്തവണത്തെ നിയമസഭാ പുരസ്കാരം ശ്രീ NS മാധവനാണ് സമർപ്പിക്കുന്നത്. മലയാളത്തിൽ സർഗാത്മക കൊണ്ട് ഭാവുകത്വ പരിണാമം സാധ്യമാക്കിയ സാഹിത്യകാരന്മാരുടെ നിലയിലാണ് NS മാധവന്റെ സ്ഥാനം. കോളിളക്കമുണ്ടാക്കിയ സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന മനസ്സിൻ്റെ ഉടമയാണ് NS മാധവൻ എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിൻ്റെ പല കഥകളും. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ അനേകം രചനകൾ ഓടിയെത്തുന്നുണ്ടാകാം.